അപ്പൊ ജനങ്ങൾക്ക് സിനിമ വേണ്ട, ഇവരിക്കാണ് പോലീസുകാരുടെ ജനങ്ങൾ നമ്മൾ മനസ്സിലാക്കിയിട്ട് നമ്മൾ ആ പ്രൊമോഷൻ കാര്യങ്ങളൊക്കെ ആയിട്ട് നടന്നു കഴിഞ്ഞാൽ വിളിക്കണം, വിളിച്ചു വരുത്തുന്ന എന്തെങ്കിലും കാര്യങ്ങൾ എങ്ങനെയെങ്കിലൊക്കെ തിയേറ്ററിൽ ഷോ ആണെങ്കിൽ എന്തെങ്കിലും പ്രൊമോഷൻ ചെയ്താൽ മതി. ഈ കാലത്ത് സിനിമകൾ ഇനിയിപ്പം ഞങ്ങളിങ്ങനെ ഒരു നെഗറ്റീവ് പറഞ്ഞത് കൊണ്ട് ഒരു പക്ഷെ അടുത്ത സിനിമാക്കാർക്ക് അത് ഗുണം ചെയ്യും. ബിജുക്കുട്ടൻ ചേട്ടൻ അടുത്ത സിനിമയിൽ അഭിനയിക്കുന്നുണ്ടെങ്കിൽ അവിടെ ഒരു പക്ഷെ ബിജുക്കുട്ടൻ ചേട്ടൻ ഇത് ചെയ്യില്ല. ബിജുക്കുട്ടൻ്റെ സിനിമ എന്ന് പറയുള്ളൂ. അതെ, ബിജുക്കുട്ടനോട് ഉപകാരപ്പെടുന്നതല്ലേ ബിജുക്കുട്ടൻ നായകനായിട്ട് അഭിനയിക്കപ്പെടുമ്പോൾ അദ്ദേഹം തീർച്ചയായിട്ടും ഒരു പ്രൊമോഷൻ ചെയ്ത് സഹകരിക്കേണ്ടതാണ്. പ്രൊഡ്യൂസർ പൈസ കിട്ടി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ലതാണ്. പുള്ളി എന്തുകൊണ്ട് സഹകരിക്കില്ലെന്ന് അവർക്ക് തമ്മിൽ അറിയാവുന്നത്. വിനീഷ് ബാസ്റ്റിൻ എന്ന നടൻ ഇതിലും കൂടുതൽ തിരക്കുകളിലേക്ക് ആയി കഴിയുമ്പോൾ ഇപ്പൊ ഈ പറഞ്ഞ പോലെ ചെറിയ പടങ്ങളെ അവഗണിക്കുകയും പ്രൊമോഷൻ വരാണ്ടിരിക്കുകയൊക്കെ ചെയ്യുമോ? ഒരിക്കലും ഇല്ല. കാരണം വെച്ചിട്ടുണ്ടെങ്കിലേ ഒരു സിനിമ എന്ന് പറയുന്നത് പ്രൊഡ്യൂസറാണ് സിനിമയുടെ ഒരു രാജാവ്. ഒരു പ്രൊഡ്യൂസർ ഇവര് സാധാരണ പൈസ ഉണ്ടായിട്ടില്ല, ഇവർക്ക് എന്തെങ്കിലും കൺസ്ട്രക്ഷൻ ചെയ്യുന്ന ആൾക്കാരാണ്. പിന്നെ ഏറ്റവും വലിയ അതിശയപ്പെടുന്ന രണ്ടാമത് പടം പിടിക്കുമെന്ന് പറയുമ്പോൾ അത് വെറുതെ ഒന്നുമില്ല. അയ്യോ ഈ പടം പിടിച്ചിട്ട് രണ്ടാമത് പടം പിടിക്കാൻ തന്നെ ഈ പടത്തിന് പൈസ കിട്ടിയിട്ടുണ്ട് രണ്ടാമത് പടം പിടിക്കില്ല. സിനിമയില് ചോറ് പണ്ട് പറയും കഴിച്ചു കഴിഞ്ഞാൽ പിന്നെ സിനിമയിൽ തന്നെ. ഞാന് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്ക് കുറച്ച് പൈസയൊക്കെ ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ സിനിമ ഒരുപാട് കണ്ടത് തിയേറ്ററിൽ പോയി അല്ല സിനിമാക്കാർ കണ്ടതാണ്. ഞാൻ സിനിമ പിടിക്കുന്നുണ്ട്. ഞാൻ വീട് വെച്ചിട്ട് വിൽക്കാറ് അല്ല അതിലും വലിയ ലാഭം വെച്ചു. ഞാൻ വീട് വെച്ചിട്ട് ഞാൻ മറച്ചടിക്കില്ല. അതിന് രണ്ടാമത്തെ വീട് വെച്ചിട്ട് രണ്ടാമത്തെ വീട് മറച്ചടിക്കും. അതിൽ സിനിമനെക്കാട്ട് വലിയ ലാഭമാണ്. എന്നിട്ട് ആൾക്കാരുടെ കൂട്ടുകാർക്ക് പടം പിടിച്ചിട്ട് ഇപ്പൊ വീടൊക്കെ വെച്ചാൽ പപ്പടം പിറ്റേ ഒരാളെ എന്നെ ശർമാജിനെ വെച്ചിട്ട് പടം ചെയ്തത് പപ്പട കച്ചവടം വിളിക്ക് രാഷ്ട്രീയരാവണമെന്ന് അവിടെ ഞാനും രാജേഷ് ശർമ്മയുടെ നായകന്മാർ എല്ലാത്തിനും ആർട്ടിസ്റ്റുകളും അത് ബുദ്ധിമുട്ടൊന്നുമില്ല. പടത്തിൽ കോവിഡിന്റെ സമയത്ത് പിടിച്ചതാ. പപ്പടം പിടിക്കുന്ന ആളാണ് നിർത്തണം. അയാൾ 10-60 ലക്ഷം രൂപ മുടക്കി ഞങ്ങളെ വെച്ച് പടം പിടിച്ചിട്ട് തിയേറ്ററുകാർക്കും വേണ്ട ആർക്കും വേണ്ട. അയാളിപ്പോ പറഞ്ഞ എന്റെ പപ്പടം പിന്നെ എന്റെ വീടും പോയി ഒന്നുമില്ല. ഞാനിപ്പോ വാടക വീട്ടിലാണ് കാർ ഓടിച്ചിരുന്നാളെ സ്കൂട്ടർ ഓടിച്ചെടുക്കുന്ന പടം ഇറങ്ങിയിട്ടില്ല. അതൊക്കെ കാണുമ്പോ നമ്മള് ഭയങ്കര പേടിയാണ്. ലീഗലി മൂവ് ചെയ്യണം എന്നുള്ളത് നമ്മൾ പ്ലാൻ ചെയ്തിട്ടില്ല. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ചെയ്യണം എന്നുള്ളതെങ്കിൽ അവരുടെ റിപ്ലൈ വേണം. പല സിനിമകളിലും മതി. ഇപ്പൊ ഞാൻ പറയാം ചെറുകിട നമുക്ക് ഈ ചെറിയ ആർട്ടിസ്റ്റുകളിലേക്ക് ചെറിയ ആർട്ടിസ്റ്റ് എന്നൊന്നും പറയാൻ പറ്റില്ല. അഭിനയിക്കാൻ കഴിവുള്ളവർ എല്ലാവരും ആർട്ടിസ്റ്റാണ്, കഴിവുള്ളവർ എല്ലാവരും ആർട്ടിസ്റ്റാണ്. വലിപ്പം ചെറുപ്പമൊന്നും നമുക്കാർക്കും ഇവിടെ പറയാൻ പറ്റില്ല. ഇപ്പോൾ മമ്മൂക്ക, മോഹൻലാലിനെ പോലെ, ലാലേട്ടനെ പോലുള്ളവരൊക്കെ വലിയ ആർട്ടിസ്റ്റ്, ബിജുക്കുട്ടനെ പോലുള്ളവരുടെ ചെറിയ ആർട്ടിസ്റ്റ് ഒന്നും നമുക്ക് തരം താഴ്ത്താനോ വലിപ്പം കൂട്ടാനൊന്നും പറ്റില്ല. അവർക്ക് കിട്ടുന്ന കഥാപാത്രങ്ങൾ അവരെങ്ങനെ തന്മത്തയോടെ ചെയ്യുന്നു, അതിൽ അവർ ഉയർന്നു വരുന്നു, അവരെ ഫോക്കസ് ചെയ്ത് കുറേ സിനിമക്കാർ പോകുന്നു എന്നല്ലാതെ ഒരിക്കലും ചെറുപ്പ വലിപ്പമൊന്നും ഇവിടെ ഇല്ല. അഭിനയിക്കാൻ എനിക്ക് കഴിവുണ്ടോ, ഞാൻ അഭിനേതാവാണ്, എന്നെ ആരൊക്കെ യൂസ് ചെയ്യുന്നുണ്ട്, അത് തന്നെയാണ് അതിന്റെ മുതൽക്കൂടി. കഥാപാത്രങ്ങളാണ് പ്രൊമോഷൻ തീർച്ചയായിട്ടും ഉണ്ട്. ഇല്ല എന്നെ വിളിച്ചിട്ടുണ്ട്. ഇവര് തമ്മിലാണ് കാര്യങ്ങൾ. ഞാൻ ഇതില് ചെറിയ വേഷമാണെങ്കിൽ 20 മിനിറ്റോളം നിൽക്കുന്ന ഒരു വേഷമാണ്. ബിജിക്കുട്ടനാണ് ശരിക്കും ഇതില് എടുത്തു പറയാൻ പറ്റിയ ഒരു ആർട്ടിസ്റ്റ് ആയിട്ടുള്ളത്. ബിജിക്കുട്ടന്റെ സിനിമ എന്നാണ് എല്ലാ മീഡിയം പറയുന്നത്. കള്ളന്മാരുടെ വീട് ബിജിക്കുട്ടൻ നായകനാവുന്ന സിനിമ. തീർച്ചയായിട്ടും പുള്ളിക്കും കൂടി ഉപകാരപ്പെടും പ്രൊമോഷനൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ. അപ്പോൾ തിയേറ്ററിൽ എത്തിക്കുമെന്ന് പറഞ്ഞാൽ ഭയങ്കര സംഭവമാണ്. ഈ ഒരു കാലഘട്ടത്തിൽ തിയേറ്ററിൽ റിലീസിന് സിനിമ എത്തുന്നുണ്ടെങ്കിൽ കൈകാര്യം നല്ലൊരു വലിയ കാര്യം തന്നെയാണ്. അവിടെ വരെ നിങ്ങൾ വിജയിച്ചു, ഞങ്ങൾ വിജയിച്ചത്. എല്ലാവരും ചോദിക്കും ഇത്രയും പേര് അഭിനയിച്ചു, 32 പേർക്ക് അവസരം കൊടുത്തു, ഇത്ര ആർട്ടിസ്റ്റുകൾ ഇതിൽ അഭിനയിച്ചിട്ടുണ്ട്, എന്തുകൊണ്ട് അവർ പ്രൊമോഷൻ പോസ്റ്ററിന്റെ കാര്യം ഫോട്ടോകൾ കാണുന്നുണ്ട്, അവർ കാണുന്നില്ല. ഇതുമായി ബന്ധപ്പെട്ടിട്ട് ഒത്തിരി തവണ വിളിച്ചിട്ടുണ്ടായിരുന്നു, സഹകരിക്കുന്നു. എൻ്റെ ഒരു സിനിമയിൽ മാത്രമല്ല, ഇതിന് തൊട്ട് മുമ്പും കൂടി ധർമ്മജൻ പോലുള്ള ആർട്ടിസ്റ്റുകൾ വെട്ടി തുറന്ന് പറഞ്ഞൊരു സാധനം, അതായത് പോസ്റ്ററിൽ കാണുന്ന ആളുകൾ വരുന്നില്ല, നമ്മുടെ അന്നും ഇന്നും സഹകരിക്കാന്ന് പറഞ്ഞവർ വരുന്നുണ്ട്. അത് ഇപ്പൊ വിനീഷേട്ടനെ പോലുള്ള ഒരു ആൾക്കാർ അവര് നല്ല മനസ്സാണ്. അതായത് നമ്മളെപ്പോലെ സാധാരണക്കാരായ ഒരാളായതുകൊണ്ടാണ് നമ്മളോടൊപ്പം സഹകരിക്കുന്നത് എന്നുള്ളത് നമുക്ക് വ്യക്തമാണ്. ഇപ്പൊ ബിജുക്കുട്ടൻ ഫുൾ ഒരു ത്രോട്ട് ക്യാരക്ടറാണ്. ഈ 6 നായകന്മാരിലെ ഒരു മെയിൻ കഥാപാത്രം. അതായത് ഇവർക്ക് ഇല്ലാത്ത, ഇവർക്ക് കൊടുക്കാത്തതിനേക്കാൾ കൂടുതൽ നമ്മൾ അവരെ അതിൽ ഒരു വേഷം കൈകാര്യം ചെയ്തിട്ടുണ്ട്. അവരുണ്ടെങ്കിലേ ഇവർക്ക് പ്രചോദനം എന്നുള്ള രീതിയിൽ നമ്മൾ അത്രയും ബൂസ്റ്റ് ചെയ്തിട്ടുണ്ട്. പുള്ളിക്കത് മനസ്സിലായിട്ടില്ല. പുള്ളിക്കത് മനസ്സിലാവണമെങ്കിൽ ഒന്നുമില്ലെങ്കിൽ എൻ്റെ ഈ സംഭാഷണം കേൾക്കണം, അല്ലെങ്കിൽ പുള്ളി അതിന് മറുപടി പറയണം, അല്ലെങ്കിൽ സിനിമ പുള്ളി കാണണം. പുള്ളി സിനിമ കാണാൻ പോലും വിളിച്ചിട്ട് വന്നിട്ടില്ല. അതെന്താ സഹകരിക്കാത്തതിൻ്റെ വിഷമം എന്താണെന്നുള്ളത്
ഞങ്ങളുടെ മുഖത്തൊക്കെ ചിലപ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും. പക്ഷെ ഞങ്ങൾ അതൊക്കെ മറച്ചു വെച്ച് ഇപ്പം ഞങ്ങളുടെ പ്രൊമോഷൻ്റെ ഏറ്റവും വലിയൊരു സംഭവം, വലിയൊരു സ്റ്റാർ എന്ന് പറഞ്ഞാൽ ഈശ്വരനെ പോലുള്ള ഒരു ആർട്ടിസ്റ്റുകൾ, പിന്നെ അതാ നമ്മുടെ പുതുമുഖങ്ങൾ, അവരൊക്കെ മുഖം നമുക്ക് കാണുമ്പോൾ തന്നെ വിഷമമായിട്ട് ഇരിക്കുന്നത് കാണുമെന്ന് വെച്ചാൽ ഞങ്ങളെപ്പോലുള്ള സാധാരണക്കാർ സിനിമയിലോട്ട് കയറി വരുമ്പോൾ അവഗണനകൾ ഏറ്റുവാങ്ങിക്കൊണ്ട് വരിക. എല്ലാവർക്കും അറിയാം. അപ്പം നിങ്ങളാണെങ്കിലും ശരി, നിങ്ങൾ പല സിനിമയിലേക്ക് അവസരം ചോദിച്ചു പോകുമ്പോൾ നിങ്ങൾക്ക് അവിടെ നിന്ന് അവസരം കിട്ടാതാകുമ്പോൾ ഉണ്ടാകുന്നൊരു വിഷമം, ആ വിഷമം പോലെ തന്നെയാണ് എപ്പോഴും അതിലിരിക്കുന്നത്. ഒരു സിനിമയിൽ റോഡ് ക്യാരക്ടർ ചെയ്തവരുടെ മുഖം അത് സിനിമ റിലീസിന് വരുമ്പോൾ സ്വാഭാവികം ഇങ്ങനെ ആയിരിക്കും, സന്തോഷം ഉണ്ടാവും. പക്ഷെ അത് ചെയ്യാൻ കഴിയാത്ത എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ സപ്പോർട്ടായിട്ട് നിന്ന ആളുകളുടെ പിന്മാറ്റം. അതിൻ്റെ കാരണം നമ്മൾ അന്വേഷിക്കുന്നുണ്ട്. പക്ഷെ അത് തുറന്ന് പറയണം, സംസാരിക്കണം. നമ്മളോടല്ലെങ്കിലും ഒരു അഭിമുഖത്തിലാണെങ്കിലും വന്നില്ല. കാരണം അപ്പൊ നസീർക്കൊക്കെ സഹകരിക്കാന്ന് പറഞ്ഞാൽ നസീർക്ക് പിന്നെ ലാസ്റ്റ് വിളിക്കുമ്പോൾ ഫോൺ എടുക്കാതെ ചിലപ്പോൾ അവർക്ക് തിരക്ക് കാര്യങ്ങളൊക്കെ ഉണ്ടാവും. തിരക്ക് കാര്യങ്ങളൊക്കെ ഉണ്ടാവാം, സീസൺ ടൈമാണ് ആയിരിക്കാം. പക്ഷെ സാധാരണ എനിക്കൊരു വോയിസ് ഒക്കെ ഇട്ട് റിപ്ലൈ തരുന്ന ആളാണ്. അതുപോലും ഇല്ല. അപ്പൊ അതിനെന്തെങ്കിലും ഒരു കാരണം കാണും എന്ന് നമ്മൾ വിചാരിക്കുന്നുണ്ട്. തെറ്റിദ്ധാരണയാണെങ്കിൽ ക്ഷമിക്കുക, അത്രേ ഉള്ളൂ. അല്ല, കാരണം എന്ന് വെച്ചാൽ അവർക്ക് സിനിമയുടെ തമിഴ് നിർമ്മാണം കൂടിയാണ്. സിനിമ നിർമ്മിക്കുന്ന സമയത്ത് അവർക്ക് എഗ്രിമെന്റ് ഉണ്ടോ? പ്രൊമോഷനും കൂടെ പ്രൊമോഷന് എപ്പോൾ ആണെങ്കിലും ഹുസൈനെ വിളിച്ചോ, ഞങ്ങൾ സഹകരിച്ചോളാം എന്ന് പറഞ്ഞിട്ട് തന്നെയാണ് ഡബിങ് സമയത്ത് പോലും പറഞ്ഞിട്ട് പോയിട്ടുള്ളത്. ഇപ്പൊ നമ്മൾ ഒരാഴ്ച മുമ്പ് പോലും വിളിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ പറഞ്ഞ് 26-ാം തീയതി സെഷൻ ഫ്രീ ആവും, പിന്നെ 28-ാം തീയതി വരാം, 29-ാം തീയതി വരാം എന്നൊക്കെ പറഞ്ഞവരാണ്. പക്ഷെ നമ്മൾ വിളിക്കുമ്പോൾ നമ്മളായിട്ട് സഹകരിക്കുന്നില്ല എന്നുള്ളതിൻ്റെ ഒരു വിഷമം നമ്മളുണ്ട്. അതെന്താണെന്ന് അവർ തുറന്നു പറയാം നമുക്ക് മനസ്സിലാവും. ഇല്ല ഞാൻ അങ്ങനെ ഇതിപ്പോ ഞാൻ പറയട്ടെ, നിങ്ങൾക്ക് എന്നോട് സഹകരിക്കാൻ താല്പര്യം ഇല്ല എന്ന് പറഞ്ഞാൽ പിന്നെ അതിന്റെ പുറകെ നമ്മൾ നടന്ന സമയം വേസ്റ്റാക്കുന്നതിന്റെ കാര്യമില്ല. കൊടുത്തിട്ടുണ്ട്. നമ്മള് സാധാരണ ഡബിങ് കഴിഞ്ഞ് പ്രൊമോഷന് അടക്കമാണ് നമ്മൾ ആ പേയ്മെന്റ് സെറ്റ് ചെയ്യുന്നത് സാധാരണ. അപ്പൊ ഞാൻ ഏറ്റവും വലിയ ഉദാഹരണം ഞാൻ പറയാം. അതേ പേയ്മെന്റ് കൊടുത്തിട്ട് തന്നെയാണുള്ളത് ഈശ്വരനെ പോലുള്ള ഒരു ആർട്ടിസ്റ്റ് നമ്മൾ കൊണ്ടുവരും. ഇവര് സമയം കണ്ടെത്തി 2 മണിക്കൂറേ സമയമുള്ളത്. ആ വിലപ്പെട്ട 2 മണിക്കൂർ ഞങ്ങൾക്ക് വേണ്ടി മാറ്റി വെച്ച് വരുന്നില്ല. നമുക്ക് ബിജുക്കുട്ടൻ പോലുള്ള ആളുകൾക്ക് 1 മണിക്കൂർ ഇപ്പോൾ 1/2 മണിക്കൂർ ഒരു ക്യാമറക്ക് മുമ്പിൽ കിട്ടിയാലും നമുക്കത് വലിയ പ്രൊമോഷനാണ്. ഞങ്ങൾ പറഞ്ഞു ഇനി അത് വേണ്ട, നിങ്ങളുടെ ലൊക്കേഷനിൽ വന്ന് ഞങ്ങൾ പ്രൊമോഷൻ്റെ ഷൂട്ട് ഞങ്ങൾ ചെയ്തോളാം. എവിടെയാണെങ്കിലും ഒരു 10 മിനിറ്റോ 15 മിനിറ്റോ കിട്ടിയാലും നമുക്ക് ചെയ്യാൻ പറ്റും. അതുമല്ലെങ്കിൽ നിങ്ങളുടെ സ്വന്തം മൊബൈലിൽ ഒരു വീഡിയോ എടുത്തിട്ട് ഞങ്ങൾക്ക് സെൻഡ് ചെയ്ത് തന്നാലും ഒന്നും ചെയ്തു തരുന്നില്ലെങ്കിൽ നമ്മളോട് വ്യക്തിപരമായിട്ട് എന്തോ ഒരു അസ്വസ്ഥത ഉള്ളതായിട്ട് നമുക്ക് അതാണ് നമുക്ക് മനസ്സിലാവുന്നത്. അത് എന്താ എന്ന് അവര് തുറന്നു പറയും. ഇങ്ങനെ സഹകരിക്കാതെ വരുമ്പോൾ തന്നെ നമ്മളെ പോലുള്ള പുതിയ സിനിമാക്കാർ വരുമ്പോൾ അവര് നമ്മളെപ്പോലെ ഭയന്ന് ബാക്കോട്ട് നിൽക്കും. കാരണം ഷൂട്ട് സമയത്തൊക്കെ പറയും, ഷൂട്ട് തീർന്ന പ്രൊമോഷന്റെ കാര്യങ്ങളൊക്കെ വരുമ്പോൾ വിളിച്ചോ, എപ്പോൾ വേണമെങ്കിൽ ഞങ്ങൾ റെഡിയാണ്. ഒരു 2 ദിവസം മുമ്പ് വിളിച്ച് പറയണം. നമ്മൾ 2 ദിവസമല്ല 2 മാസം മുമ്പ് വിളിച്ച് പറഞ്ഞിട്ട് അവര് സഹകരിക്കുക എന്ന് പറഞ്ഞവര് വരെ സഹകരിക്കുന്നില്ല. അപ്പൊ നമുക്ക് ഇപ്പൊ നമ്മളൊക്കെ ഇങ്ങനെ ഇരിക്കുന്നുണ്ടെങ്കിൽ പോലും ഞങ്ങളുടെ മുഖത്ത് വലിയ സന്തോഷം ചിലപ്പോൾ ആർക്കും കാണാൻ കഴിയില്ല. കഴിയാത്ത എന്തുകൊണ്ടാ വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളെ ഇതിനെ ഫണ്ട് കണ്ടെത്തിയ സിറ്റുവേഷനുകളൊക്കെ അത്രയും വിഷമം നിറഞ്ഞ ഈ ഫണ്ട് നമ്മൾ കണ്ടെത്തി ഇതിന്റെ കറക്റ്റ് പ്രൊമോഷനും കാര്യങ്ങളും ഇല്ലാതെ പ്രേക്ഷകരുടെ മുന്നിലേക്ക് വരാനുള്ള ഒരു പ്രയാസമാണ്. അപ്പൊ സിനിമയെ കുറിച്ച് നമുക്ക് പ്രയാസമില്ല, പേടിയില്ല. സിനിമ ഇനി നമ്മളിപ്പോൾ ഒരു പ്രൊമോഷൻ കൊടുത്തിട്ടില്ലെങ്കിൽ പോലും ചിലപ്പോൾ ജനങ്ങളെ ഏറ്റെടുത്ത് കഴിഞ്ഞാൽ അതങ്ങ് കയറി ഹിറ്റാവും. പക്ഷെ ജനങ്ങളെ ഏറ്റെടുക്കണമെങ്കിൽ ഇപ്പോഴത്തെ ചാനലുകാരുണ്ട്. മൊത്തത്തിൽ നമുക്കൊരു പല ചാനലുകാരും വിളിച്ചപ്പോഴൊക്കെ പ്രൊമോഷന് ആർട്ടിസ്റ്റ് ഉണ്ടായിട്ട് വരുള്ളൂ. അപ്പം അങ്ങനെ പറയുമ്പോൾ അത് നമ്മളെ വീണ്ടും വിഷമിപ്പിക്കാം. അപ്പോൾ ആർട്ടിസ്റ്റുകൾ ഉണ്ടെങ്കിലേ വരുള്ളൂ എന്ന് പറയുമ്പോൾ റിവ്യൂ അവരുടെ ഒരു റീച്ച് കിട്ടുന്നതാണ് അവർ ചാനലുകൾ. അപ്പം നമ്മളെ അത് സ്വാഭാവികമായിട്ടും വേദനിപ്പിക്കുന്നുണ്ട്. ഇനി പ്രൊമോഷൻ ഇല്ലാതെ തിയേറ്ററിലേക്ക് നമ്മളിത് റിലീസിന് പോകുമ്പോൾ തിയേറ്ററുകാരുടെ ചോദ്യം പ്രൊമോഷൻ ഉണ്ടോ എന്ന് ചോദിക്കുമ്പോൾ നമുക്ക് അവരോട് മറുപടി ചെയ്യും. അപ്പം നമ്മൾ ചിലപ്പോൾ ഒരു 100 തിയേറ്റർ എടുത്ത് റിലീസ് ചെയ്യുമ്പോൾ ഇപ്പോൾ 50 തിയേറ്ററിലേക്ക് കൊടുക്കും, 50 തിയേറ്റർ എടുക്കേണ്ട ആളുകൾ 30ലേക്ക് കൊടുക്കും. ഇങ്ങനെയൊക്കെ ചുരുങ്ങി വരും. അതെന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ അതിന് തയ്യാറെടുക്കാഞ്ഞിട്ടല്ല. തയ്യാറെടുക്കണം എന്ന് നമ്മുടെ കൂടെ ആരൊക്കെ നിൽക്കണം, സപ്പോർട്ട് ചെയ്യണം എന്ന് ആഗ്രഹിക്കുന്ന ആർട്ടിസ്റ്റുകളെ നമുക്ക് സഹകരിക്കാത്ത. കാരണം നേരത്തെ ഇതേപോലെ ഒരു റിവ്യൂസിന്റെ ഇഷ്യൂ വന്നപ്പോൾ ഒരു സിനിമയ്ക്കെതിരെ ഇങ്ങനെ റിവ്യൂവിന്റെ കേസ് ഒരു ഡയറക്ടർ ലീഗലി മൂവ് ചെയ്തപ്പം അതിന് കൃത്യമായിട്ട് നടപടിയുണ്ട്. അതിനൊരു പക്ഷെ അവിടെ കൃത്യമായിട്ട് നടപടികളൊന്നും ഉണ്ടായിട്ടില്ല. റിവ്യൂ പറയുന്ന എല്ലാവരും അവകാശം അല്ല, റിവ്യൂ പറയുന്നില്ല. കാരണം വേറെ ഫേക്ക് അക്കൗണ്ടിൽ നിന്ന് ഉണ്ടാക്കുന്ന ആളുകൾക്ക് അതിനൊരു തന്നെ അവര് അസോസിയേഷൻ രൂപീകരിച്ചു നോക്കാനും എടുക്കാനായിട്ടും. അല്ല, നമുക്ക് ലീഗലായിട്ട് ഞാൻ പറയുന്നത് അവരെ നമ്മൾ പ്രയാസപ്പെടുത്തണമെന്നോ അല്ലെങ്കിൽ അവരെ കുറച്ച് കാണിക്കണമെന്നോ ഒന്നും നമ്മുടെ മൈൻഡിലില്ല.
അതായത് അവര് നമ്മളെ സഹകരിക്കാതെ അവർ മാറി നിൽക്കുമ്പോൾ അതേപോലെ ഒരു സാഹചര്യം അടുത്തൊരു സിനിമയിൽ ആ ഒരു കഥാപാത്രം നമ്മൾ അവർക്ക് വേണ്ടി എഴുതിയിട്ടുണ്ടെങ്കിൽ അത് അവർ ഓക്കെ ആണെങ്കിൽ നമ്മൾ അവരെ തന്നെയാണ് പോയി കാണുന്നത്. അവർക്ക് ഓക്കെ ആണെങ്കിൽ അവർ വരും അഭിനയിക്കും. അപ്പോൾ സിനിമയിലും രാഷ്ട്രീയത്തിലും സ്വാഭാവികമായിട്ടും ശത്രുക്കളില്ല, അല്ലെങ്കിൽ ഒരു മുൻകോപം അല്ലെങ്കിൽ സഹകരിക്കാതെ പോകുന്ന ഒരു സ്വഭാവം സിനിമയിലും രാഷ്ട്രീയത്തിലും ഇല്ലാത്തതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. കാരണം വെച്ചാൽ നിത്യശത്രുക്കളില്ലാത്ത ഒരു രണ്ട് മേഖലയാണ് രാഷ്ട്രീയം സിനിമ. അപ്പൊ നമുക്ക് എപ്പോ വേണമെങ്കിലും ആരോട് വേണമെങ്കിലും നമുക്ക് നമ്മുടെ കഥാപാത്രങ്ങളുടെ പേര് പോയി പറയാം, അവർക്ക് സഹായിക്കാൻ പറ്റുന്ന അവർ സഹായിക്കും. അത് അവരുടെ ഇഷ്ടം, വരണോ വരണ്ടേ എന്നുള്ളത്. ഇവിടെയും ഇപ്പൊ ബിജുക്കുട്ടേട്ടൻ വന്നിട്ടില്ല എന്ന് പറഞ്ഞ് നമുക്ക് വിഷമമുണ്ട്, പക്ഷെ പരാതിപ്പെടണോ വേണ്ടേ എന്നുള്ള രീതിയിലോട്ട് നമ്മൾ പോയിട്ടില്ല. അത് നമ്മൾ ഇനി അവർക്ക് ഒരു കഥാപാത്രം കൊടുക്കുന്ന അവര് തീരുമാനിക്കണം. അതിപ്പോ ഇനിയിപ്പം ഞങ്ങളിങ്ങനെ ഒരു നെഗറ്റീവ് പറഞ്ഞത് കൊണ്ട് ഒരു പക്ഷെ അടുത്ത സിനിമാക്കാർക്ക് അത് ഗുണം ചെയ്യും. ബിജുക്കുട്ടൻ ചേട്ടൻ അടുത്ത സിനിമയിൽ അഭിനയിക്കുന്നുണ്ടെങ്കിൽ അവിടെ ഒരു പക്ഷെ ബിജുക്കുട്ടൻ ചേട്ടൻ ഇത് ചെയ്യില്ല. കാരണം പുള്ളിക്ക് മനസ്സിലാവും നമ്മളോട് ഇത്രയും വിഷമിപ്പിക്കുമ്പോൾ അടുത്ത സിനിമയിലും കൂടി പുള്ളി വിഷമിച്ചാൽ അത് പുള്ളിയുടെ നിലനിൽപ്പിനെ ബാധിക്കും എന്നൊരു പ്രശ്നം അവിടെ ഒതുക്കും. അപ്പൊ ഒരു പക്ഷെ പുള്ളി അവിടെ സഹകരിക്കും. അല്ല, അവരൊന്നും പറഞ്ഞില്ല, അവർക്ക് തിരക്കുകളാണ്. അവര് നേരത്തെ പറഞ്ഞ ഞാൻ പൊതുവെ പറഞ്ഞത് പല ആർട്ടിസ്റ്റുകളിൽ നിന്നും ഇങ്ങനെ പ്രശ്നങ്ങൾ പല ഡയറക്ടേഴ്സും പറയുന്നുണ്ട്. പ്രൊമോഷനെ വിളിച്ചാൽ ആർക്കും വരാൻ വയ്യ. അതാ സംഭവം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മള് രണ്ട് രീതിയിൽ ഫോക്കസ് ചെയ്യും. ഒന്ന്, നമ്മുടെ ഒരു എമൗണ്ട് പറഞ്ഞ് വരുന്നവര് ആർട്ടിസ്റ്റ്, അത് നമ്മൾ അവിടെ കഴിഞ്ഞ പിന്നെ നമ്മളൊരു പ്രൊമോഷൻ വിളിക്കുമ്പോൾ പുതുമുഖം ആൾക്കാരാണ് സിനിമ ചെയ്യുന്നതെങ്കിൽ അവരോട് വീണ്ടും ഒരു എമൗണ്ട് പറയാം, ഒരു വിലപേശലും കൂടി നടത്തിയിട്ട് വരാം പ്രൊമോഷന് എന്ന് ചിന്തിക്കുന്ന ആർട്ടിസ്റ്റുകളുണ്ട്. നമ്മൾ അവരെ ഈ ഗണത്തിലേക്കാണ്. അതല്ല, ഇത് ശരിക്കും ബിജുക്കുട്ടന്റെ സിനിമ എന്ന് പറയുള്ളൂ. അതെ, ബിജുക്കുട്ടിനോട് ഉപകാരപ്പെടുന്നതല്ലേ. ബിജുക്കുട്ടൻ നായകനായിട്ട് അഭിനയിക്കുന്ന അദ്ദേഹം തീർച്ചയായിട്ടും ഒരു പ്രൊമോഷൻ ചെയ്ത് അത്യാവശ്യം സഹകരിക്കേണ്ടതാണ്. പ്രൊഡ്യൂസറിന് പൈസ കിട്ടി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ലതാണ് പുള്ളിക്ക്. പുള്ളി എന്തുകൊണ്ട് സഹകരിക്കില്ലെന്ന് ഇവർക്ക് തമ്മിൽ അറിയാവുന്നത്. ഒരു ഭാഗം മാത്രമായിട്ടാണ്, മറ്റേ ഭാഗം കേൾക്കുന്ന കാര്യങ്ങളാണ്. തീർച്ചയായിട്ടും ഇപ്പൊ എനിക്ക് തോന്നുന്നു കുറച്ച് തിയേറ്ററുകളായിട്ട് പടം ഇറങ്ങുന്നുണ്ട്. പാലക്കാടാണ് സിനിമ കാണുന്നത്. പാലക്കാട് അത്യാവശ്യം ഷോ കളിക്കാൻ വേണ്ടി ആളുണ്ടാവും. എറണാകുളം അതുപോലെ പല ജില്ലകളിലും ഈ 11 or 20 പേരെന്ന് പറയുമ്പോൾ വിലപ്പെട്ടതാണ് ഒരു 10 ഷോക്ക് ഇത്രയും പേര് സിനിമ കാണുന്നത്. ഈ നമ്മുടെ കള്ളന്മാരുടെ വീടിനെ സംബന്ധിച്ചിടത്തോളം ഒരാഴ്ച മുമ്പ് നമ്മൾ ഗൂഗിൾ ചെയ്ത് നോക്കി കഴിഞ്ഞാൽ കള്ളന്മാരുടെ വീട് നടിച്ചിട്ടുണ്ടെങ്കിൽ വലിയ ഷോട്ട് തുടങ്ങുന്നത് ഒരു ട്രailer-ഉം ഒരു പാട്ടും മാത്രമേ. വേറെ പ്രൊമോഷൻ ഒന്നും ഗൂഗിൾ ചെയ്ത് നോക്കിയൊന്നും ഇല്ല. സോഷ്യൽ മീഡിയയിൽ പ്രൊമോഷൻ ഉണ്ടെങ്കിലാണ് ഞാൻ പറഞ്ഞ 10 ഷോക്ക് ഈ പറഞ്ഞ 10 ഷോടാണ് ഞാൻ പറഞ്ഞത്. കുറച്ച് പേര് തിയേറ്ററിൽ പ്ലേ ചെയ്യും. പ്ലേ ആണെങ്കിൽ നമ്മൾ പണിയെടുക്കണം, അതാണ് അത് 10 ഷോ ആയിക്കോളും. അപ്പോൾ ജനങ്ങൾക്ക് സിനിമ വേണ്ട, ഇവർക്കാണ് പ്രൊഡ്യൂസേഴ്സും ഡയറക്ടറും ജനങ്ങളെ വേണം. നമ്മൾ മനസ്സിലാക്കിയിട്ട് നമ്മൾ ആ പ്രൊമോഷനും കാര്യങ്ങളൊക്കെ ആയിട്ട് നടന്നു കഴിഞ്ഞാൽ വിളിക്കണം, അവർ വിളിച്ചു വരുത്തുന്ന എന്തെങ്കിലും കാര്യങ്ങൾ എങ്ങനെയെങ്കിലുമൊക്കെ തിയേറ്ററിൽ ഷോ ആണെങ്കിൽ അവിടെ എന്തെങ്കിലും പ്രൊമോഷൻ ചെയ്താൽ മാത്രമേ ഈ കാലത്ത് സിനിമകൾ ആൾക്കാർ കാണുള്ളൂ. ഞാൻ പറഞ്ഞ എൻ്റെ കൂട്ടുകാർ പോലും സിനിമക്ക് വരാത്ത കാലഘട്ടത്തിലാണ് ജീവിക്കുന്നത്. ഈ പറഞ്ഞ തിയേറ്ററിൽ നല്ല സിനിമയുണ്ട് പറയാനാണെങ്കിലും 10 ഷോ കളിക്കാനാണെങ്കിലും ആളുണ്ട്. ഞാൻ ഒരുപാട് സ്ഥലങ്ങളിൽ സഞ്ചരിക്കാനൊക്കെ ഒരുപാട് പോസ്റ്ററുകൾ കാണാറുണ്ട്. 3 ദിവസം കൂടുമ്പോൾ ഏതെങ്കിലും ജില്ലകളിലൂടെ ഞാൻ സഞ്ചരിക്കുമ്പോൾ വ്യക്തിയിലോട്ട് ചെന്നാൽ 4-ാം ദിവസം തിരിച്ചു വരാൻ ആ പോസ്റ്ററിന് വേറെ പോസ്റ്ററിന് ഓടിച്ചെന്നത്. കാരണം സിനിമ തിയേറ്ററിൽ കളിക്കുന്നില്ല. ഏതെങ്കിലും സിനിമ ഞാൻ അഭിനയിച്ച പടം അല്ലെങ്കിൽ ചെറിയ വേഷം ചെയ്ത എനിക്ക് കൂട്ടുകാരുടെ ഒരു പടം അഭിനയിച്ചു. ഞാൻ പടത്തിൽ ചെറിയ വേഷമാണ്. ഞങ്ങളൊരു മാതിരി തിയേറ്ററിൽ പടം ഉണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ നമുക്ക് 12 മണിക്ക് പടം തുടങ്ങുന്നതുകൊണ്ട് അവനെ കാണാൻ വേണ്ടി ആകുമ്പോൾ പോകണം. വേറെ ആരും വന്നില്ല. ഞാൻ പടം കളിച്ചില്ലെന്ന് ആളില്ലെന്ന് പറഞ്ഞ് കളിച്ചില്ല. 11 പേര് വന്നത് അങ്ങനത്തെ ഒരു അവസ്ഥയിലാണ് നമ്മുടെ കാലഘട്ടം പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ ബിനീഷേട്ടാ, ഈ പറഞ്ഞ പോലെ ഒരു നല്ലൊരു ആർട്ടിസ്റ്റാണ് താങ്കൾ. പക്ഷേ ഉദ്ഘാടനവും ഇതിലാ തിരക്കുകളായി പോയതുകൊണ്ട് എനിക്ക് പൈസ ഇല്ല, നാട്ടുസൈഡ് കാര്യമില്ല, അതുകൊണ്ട് എനിക്ക് ഞാൻ കഞ്ഞി വെക്കാൻ വേണ്ടി ചെറിയൊരു വീടും കാര്യങ്ങളൊക്കെ വെക്കാൻ പറ്റും. ആഗ്രഹങ്ങളാണ് വീട്. അതിനുവേണ്ടി സിനിമയിൽ തന്നെ ചിലപ്പോൾ എനിക്ക് അത് വെക്കാൻ പറ്റില്ല. ശരിക്കും സിനിമയിൽ അഭിനയിക്കണമെന്നില്ല, ഒരാൾ സെലിബ്രേറ്റ് ചെയ്യാൻ. ഞാൻ തൊഴിലാളി, ഞാൻ എൻ്റെ തന്നെ ബ്രാൻഡ് അംബാസിഡർ എന്ന് പറയുമ്പോൾ ഞാൻ എൻ്റെ വിറ്റ് ജീവിക്കുന്നതാണ്. ഞാനൊരു ബ്രാൻഡായിട്ട് എനിക്ക് തോന്നി അന്ന് കാലത്ത് ഞാൻ വിൽക്കാറുണ്ട്. നമ്മുടെ കേരളത്തിൽ ഇറച്ചിക്കട തുടങ്ങി ഷോപ്പിംഗ് മാൾ ഒരു ഉദ്ഘാടനം ചെയ്യുന്നത് വളരെ വലിയ ഭാഗ്യമാണ്. ഉദ്ഘാടകനായിട്ട് ഒരാളെ വിളിച്ച് ഉദ്ഘാടിക്കുക എന്ന് പറഞ്ഞത് നിസ്സാര കാര്യമില്ല. ഞാൻ അങ്ങോട്ട് പറഞ്ഞ് വിളിക്കുന്നതല്ല. എനിക്കത് ഭാഗ്യം ചെയ്ത മനുഷ്യനാണ്. ഞാൻ ചെയ്യുന്ന സ്ഥാപനങ്ങളിൽ ബ്രാഞ്ചുകൾ പിന്നെ തോന്നുന്നു 7-8 ബ്രാഞ്ചുകൾ ഒരേ സ്ഥാപനത്തിൽ പല ഇത് ഞാൻ തുടങ്ങിയിട്ടുണ്ട്. എന്തൊരു ഭാഗ്യം. അങ്ങനെ ഒരു തൊഴിലാളിയെ സംബന്ധിച്ചിടത്തോളം എനിക്ക് ഓർത്തിരിക്കാൻ പറ്റിയ കുറേ നാളുകളാണ് ഇപ്പോൾ കടന്നുപോയിക്കൊണ്ടിരുന്നത്. സിനിമയിൽ
എല്ലാവരും കൂടുതൽ പബ്ലിസിറ്റി സാധാരണക്കാരിലേക്ക് സോഷ്യൽ മീഡിയ എന്നൊക്കെയാണ് ഈ സിനിമ ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്. ഇപ്പൊ എന്നെ മനസ്സിലാക്കിയ ആൾക്കാർ ഇപ്പൊ ഇനി ഡയറക്ടേഴ്സൊക്കെ ചിലപ്പോൾ ഇതിന് കൂളായിട്ടൊക്കെ അഭിനയിക്കാൻ വേണ്ടി വേദികൾ തരുമായിരിക്കും ലൊക്കേഷനിലേക്ക്. അതാണ് എനിക്ക് ലൊക്കേഷനിലേക്ക് കിട്ടുന്ന ഫ്രീഡം കിട്ടിക്കഴിഞ്ഞാൽ എനിക്ക് ഒന്നും പെർഫോം ചെയ്യാൻ പറ്റും. ആ ഫ്രീഡം എനിക്ക് അവരെ സംബന്ധിച്ച് പറഞ്ഞിട്ട് കാര്യമില്ല. നമുക്ക് അങ്ങനത്തെ വേഷമല്ലേ, നമ്മൾ ജൂനിയർ ആർട്ടിസ്റ്റ് ആയിട്ട് എല്ലാവരും കാണും. മലയാള സിനിമ ഉപയോഗിച്ചിട്ടില്ല ഉപയോഗിക്കാനായിട്ട് അവർക്ക് തോന്നിയിട്ടില്ല. എനിക്ക് തോന്നുന്നു നൂറോളം പടങ്ങളിൽ ഗുണ്ടാവേശങ്ങളിൽ മാത്രമായിട്ട് അങ്ങനെ സൈഡ് റോഡായാലും നിന്ന് പോയിട്ടുണ്ട്. അന്ന് സിനിമ കാണുന്നുണ്ടോ? എന്റെ സിനിമ കണ്ടെന്ന് ആൾക്കാർ പറയുമായിരുന്നു. ഇപ്പൊ കഴിഞ്ഞിടയ്ക്ക് ഞാൻ ഒരു പടത്തില് മെയിൻ വേഷമൊക്കെ ചെയ്തിട്ട് ആരും പറഞ്ഞില്ല സിനിമ. അന്ന് കുണ്ടായിട്ട് അഭിനയിക്കും, പിന്നെ പൃഥ്വിരാജിന്റെ ഇടിമണിക്കണ കണ്ടെന്ന് പറയും, ലാലേട്ടനെ ഓടിച്ചിരുന്ന കണ്ടെന്ന് പറയും. അന്ന് സിനിമ കാണുമായിരുന്നു. അങ്ങനത്തെ വ്യത്യാസമുണ്ട്. സിനിമയിൽ നിന്ന് നമുക്കൊരു ചിലത് നല്ലൊരു ആർട്ടിസ്റ്റ് ആയി തീർച്ചയായിട്ടും സിനിമയിലേക്ക് വലിയ കാര്യം. സിനിമയാണ് ജനങ്ങളുടെ സിനിമ ആർട്ടിസ്റ്റുകളാണ് ഏറ്റവും കൂടുതൽ ഈ ഭയങ്കര ബഹുമാനത്തോടെയും അവർക്ക് കൂടുതൽ പരിഗണന കൊടുക്കുന്നത് സിനിമയും രാഷ്ട്രീയമാണ്. അത് കഴിഞ്ഞിട്ട് ബാക്കി കാര്യങ്ങളുള്ളൂ. സിനിമ നടൻ എന്ന് പറയുമ്പോ ഭയങ്കര ഹിറ്റായ നടൻ എന്ന് പറയുമ്പോ അതിപ്പോ ധർമ്മജൻ ചേട്ടൻ ഒരു ഇന്റർവ്യൂല് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതായത് സിനിമ നടൻ സിനിമയിൽ അഭിനയിക്കുന്നതിനേക്കാൾ ഏറ്റവും വലിയ നല്ല ജോലി എന്താണ്? അതിലാണ് സുഖം. അവര് കാണുക എന്നുണ്ടെങ്കിലേ അവരെന്തോ വലിയ സംഭവം ഉണ്ടാകുന്ന ആൾക്കാര് ശരിക്കും അതിൻ്റെ ആവശ്യം. ശരിക്കും മനുഷ്യന്മാരാണ് അവർ ജോലി എടുക്കുന്നത്. ഞാനൊരു കൺസൾട്ടന്റ് ജോലി എടുക്കുന്നു, അവരുടെ സിനിമാ മേഖലയിൽ ജോലി എടുക്കുന്നു. ഓരോരോ ജോലിക്ക് അവര് സ്റ്റാറുകളുണ്ട്. സിനിമയിൽ സ്റ്റാറുകളായിട്ട് ഓരോ ജോലികൾ സ്റ്റാറായിട്ട് ഒട്ടിക്കുന്നുണ്ടെങ്കിൽ ആരാണ് സ്റ്റാർ എന്ന് വ്യക്തമായിട്ട് പറയാം. സിനിമ മാത്രമാണ് ആൾക്കാർ അംഗീകരിക്കപ്പെടുന്ന ഒരു തൊഴിലായിട്ടും അംഗീകരിക്കപ്പെടുന്ന ഒരു കലയായിട്ടും സിനിമയെ കാണുന്നത്. ആ സിനിമയുള്ള കാലത്തോളം സിനിമ ആർട്ടിസ്റ്റുകളും ഭയങ്കര മൂല്യമുള്ള ആൾക്കാരായിരിക്കും. അത് ചിലപ്പോൾ ഫോട്ടോജിക്കാരിക്ക് ഭയങ്കര വ്യത്യാസം ഉണ്ടാകും. ഫോട്ടോജിക്കാരുടെ കാര്യം പറയുക ഷൂട്ടിങ് നടക്കുന്നതാണ്. ഫോട്ടോജിൽ ആരും പോയി ഒന്നും ആരുടെ മമ്മൂക്കാണെങ്കിൽ കാണുള്ളൂ. ഫോട്ടോജിക്കാരെന്ന് പറയുക എടാ നമ്മുടെ ചന്ദ്രേട്ടന്റെ കടയിൽ ഷൂട്ട് നടക്കുന്ന മമ്മൂക്കാണ് വന്നേക്കണം. അപ്പൊ കൂട്ടുകാരൻ പറയുന്നത് പോടാട്ട ഇന്നലെ ഷാരൂഖ് ഖാൻ വന്നിട്ട് അമ്മ മൈൻഡ് അങ്ങനത്തെ ടീമാണ്. അപ്പൊ അങ്ങനെ ചായ കുടിക്കാൻ തട്ടടയിൽ പോലും സിനിമ നടന്മാർ നിൽക്കുന്ന സ്ഥലമാണ് കുറിച്ച്. സിനിമ നടന്മാരെ മുട്ടി നടക്കാൻ പറ്റുന്ന അവിടെ. സിനിമ നടൻ എന്ന് പറയുന്നത് എന്തുണ്ടെങ്കിൽ തിരിച്ചറിയുക എന്ന് പറയുന്നത് പണ്ടായിരുന്നു. ഇപ്പൊ ആഴ്ചയിൽ നടന്മാർ വരുന്നുണ്ട്. ഞാനിപ്പോ ഒരു റോട്ടിലൂടെ നടന്നു നോക്കി കഴിഞ്ഞാൽ എന്നെ ടീമിൽ വിളിക്കാൻ വേണ്ടി 100 ആൾക്കാരുണ്ടാവും. ചിലപ്പോ ഒരുപാട് സിനിമകളിൽ അഭിനയിച്ച ഒരാൾ ചിലപ്പോൾ റോട്ടിൽ കൂടെ അവന് സിനിമ കണ്ട ആൾക്കാരല്ലേ ചേട്ടാ ഇങ്ങനെ ആളാണെന്ന് മനസ്സിലാക്കും. ആ ഒരു കാലഘട്ടം മാറിയിപ്പോ. അപ്പൊ ഒരാള് അറിയപ്പെടുന്നെങ്കിൽ ഭയങ്കര പാടാണ്. കഷ്ടക്കച്ചവടം 100%. മുട്ടക്കച്ചവടം എന്നുണ്ടെങ്കിൽ 100 മേലെന്തെങ്കിലും ശതമാനം ഉണ്ടെങ്കിൽ ഞാൻ പറയുള്ളൂ. സിനിമ എന്ന് പറഞ്ഞാൽ ബിസിനസ് ആയിട്ട് മാത്രം കാണുക. ഞങ്ങളെ പോലത്തെ ആർട്ടിസ്റ്റിനൊക്കെ വെച്ച് സിനിമ ചെയ്തിട്ട് നാളെ പൈസ കിട്ടുമെന്ന് പറഞ്ഞാൽ ഭയങ്കര സാധ്യത കുറവാണ്. കുട്ടികളാണെങ്കിൽ ഞാനാണെങ്കിലും സാധ്യത ഭയങ്കര കുറവാണ്. അത് ഭയങ്കര പണിയെടുത്താൽ നമുക്ക് ചെറിയ കാര്യമൊന്നുമല്ല. ഒരാള് 1 ലക്ഷം രൂപ ഒരു കാര്യത്തിന് വേണ്ടി കൊടുക്കുന്നുണ്ടെങ്കിൽ 1 ലക്ഷം രൂപ ഭയങ്കര മൂല്യമുള്ള സംഭവമാണ്. 1 ലക്ഷം ഒന്നും കിട്ടിയ കാര്യമില്ല അതിന്. അപ്പൊ ആ പൈസ കിട്ടണമെന്നുണ്ടെങ്കിൽ ഇത്തിരി പണിയാണ്. ഒരു സംഭവം ബിസിനസ് ഞാൻ വീട് വെക്കണമെങ്കിൽ അതാണ് വിറ്റ് കഴിഞ്ഞാൽ കാശ്. കളിയാക്കണല്ല ട്രോളണെന്നല്ല ജീവിതത്തിൽ പോലെ ഒരു വീട് അല്ലെങ്കിൽ ഒരു നമ്മൾ സോഷ്യൽ മീഡിയ ഭയങ്കര താരമായിരിക്കും. നല്ല രീതിയിൽ സോഷ്യൽ മീഡിയ നോക്കി തന്നെ നല്ല ഫോളോവേഴ്സ് നല്ലൊരു ഇതാണ്. പക്ഷെ സിനിമയിലോട്ട് വരുമ്പോഴേക്കും ചിലപ്പോൾ ആ സോഷ്യൽ മീഡിയയിൽ ഉണ്ടാകുന്ന റീച്ചോ അല്ലെങ്കിൽ നോണിങ്ങോ ചിലപ്പോൾ സിനിമ ചിലപ്പോൾ കിട്ടിയെന്ന് വരില്ല. അല്ല, ഞാനിപ്പോ ഒരു സോഷ്യൽ മീഡിയ താരമാണ്. ഞാൻ ജനങ്ങളല്ല നമ്മൾ ആക്കുന്നത്. ഞാനൊരു റോട്ടിലൂടെ നടന്നു പോവുകയാണ്. എന്നെ നേരത്തെ പറഞ്ഞതാണ് ഒരുപാട് ആൾക്കാർ അവിടെ ഇവിടെയൊക്കെ നിൽക്കും. ചായക്കടയിൽ ആൾക്കാരായിരിക്കും ടീമേ പരിപാടിയൊക്കെ കാണാറുണ്ട്. അടിപൊളിയാണ്ടാ അങ്ങനെ പറയാനായിട്ട് ഇഷ്ടംപോലെ ആൾക്കാരുണ്ട്. ടീമേന്ന് ലോകത്തിന്റെ എവിടെ പോയാലും വിളിക്കാറുണ്ട്. അപ്പൊ സിനിമാക്കാരനായതുകൊണ്ട് വിളിക്കണല്ലാതെ സിനിമാക്കാരന VIP നമ്മളെ പുച്ഛിക്കും. അങ്ങനത്തെ ഒരു പുച്ഛം നമുക്ക് VIP കേരളത്തിൽ ഏറ്റവും കൂടുതൽ ഉള്ളത്. 3.5 കോടി ജനങ്ങളുണ്ടെങ്കിൽ തൊഴിലാളികളാണ് ടീം ഏറ്റവും കൂടുതലുള്ളത്. അവരുടെ ഒരു ശക്തി എന്ന് പറഞ്ഞാൽ ഇപ്പൊ സിനിമ തൊഴിലാളികൾ കാണുന്നില്ല. അതിൽ അനുഭവിക്കണില്ലേ. നല്ല സിനിമ ഉണ്ടെങ്കിൽ മാത്രമേ കാണുള്ളൂ. ഇപ്പൊ ലാലേട്ടന്റെ പടം വന്നപ്പോ ഹിറ്റായി. എന്താ കാരണം? നല്ല സിനിമയാണ്, അടിപൊളി സിനിമയാണെന്ന് കണ്ട ആൾക്കാർ പറഞ്ഞു. ചെറിയ പടങ്ങൾക്ക് സാധ്യത വളരെ കുറവാണ്. എന്നിട്ടും ഒരുപാട് ചെറിയ സിനിമകൾ നമ്മുടെ എല്ലാ ആഴ്ചയിലും ഇറങ്ങുന്നുണ്ട്. എങ്ങനെയാണ് വീണ്ടും പിടിക്കാൻ പറ്റണമെന്ന് ഞാൻ ചിന്തിച്ചിരിക്കുന്നുണ്ട്. OTT പോലും എടുക്കുന്നില്ല.
തിയേറ്ററിൽ കളിക്കണമെങ്കിൽ നമ്മൾ പോയി തുടങ്ങണ്ടേ? പിന്നെ തീർച്ചയായും എന്നിട്ട് വീണ്ടും സിനിമ എടുക്കാൻ ബിനീഷേട്ടാ ഇപ്പൊ പറഞ്ഞ ഒരു നോർമലി ആർട്ടിസ്റ്റുകളൊക്കെ ആയി കഴിയുമ്പോഴേക്കും ചിലപ്പോൾ താങ്കൾക്ക് വിചാരിച്ച ലെവലിൽ എത്തിയിരിക്കട്ടെ. ഇപ്പൊ എല്ലാവരും താങ്കളുടെ ടീമേന്ന് വിളിക്കുന്നു. അപ്പൊ നാളെ ഒരു വലിയൊരു ആർട്ടിസ്റ്റ് ആയി അല്ലെങ്കിൽ വലിയൊരു അറിയപ്പെടുന്ന വ്യക്തി ഇവിടെ ആയി കഴിഞ്ഞാൽ ടീമെന്ന് വിളിക്കുമ്പോൾ എന്തെങ്കിലും ഫീൽ ചെയ്യും? എനിക്ക് ടീമെന്ന് വിളിക്കുന്നത് ഏറ്റവും ഇഷ്ടം. കാരണം കൊച്ചിയിൽ സാധാരണ അങ്ങാടിങ്ങാട്ടും ആൾക്കാർ വിളിക്കുന്ന ടീമിൽ കുമ്പാരി പങ്കെ അത് ഞാൻ പറഞ്ഞപ്പോ കുറച്ച് ആൾക്കാർ കേൾക്കാനും കാണാനും ഉണ്ടായതുകൊണ്ട് വേൾഡ് മൊത്തത്തിൽ ബ്രാൻഡായി ഒരു വേഡ്സിന് ബ്രാൻഡാക്കിയ ഭയങ്കര സംഭവമാണ്. ഒരു ക്രിക്കറ്റ് കളി ഇറക്കാൻ നേരത്ത് ഇപ്പോൾ ഓർക്കുന്നു മനോരമയിൽ വന്നതാ ഒരു ഫോട്ടോ വന്നായിരുന്നു. ടീമെ നെതിരെ ക്രൗഡിന്റെ ഇടയിൽ ടീമെ നെതിരെ 2 കുത്ത് അതെന്റെ സാധനം ഇങ്ങനെ പൊക്കിപ്പിടി ചെയ്യുന്ന സാധനം. വളരെ സന്തോഷമുണ്ട്. സിനിമ എപ്പോഴും പഴയ പോലെ തന്നെ ആൾക്കാർ മുടക്ക് മുതൽ അതിന് പ്രൊഡ്യൂസർ മുടക്കുന്ന മുതൽ തിരിച്ചു കിട്ടുന്ന ഒരു കാലഘട്ടത്തിലേക്ക് വീണ്ടും വന്നുകൊണ്ടുള്ളത് സോഷ്യൽ മീഡിയക്ക് ഇത്രയുള്ളത്. നിങ്ങളുടെയൊക്കെ പരിപാടി കാണാൻ ആൾക്കാർ ഇപ്പോൾ കൂടുതലുള്ളത് തുറന്നതിനെങ്കിൽ എന്തെങ്കിലും നിങ്ങളുടെ ചാനലിലെ പരിപാടി റീൽസ് ഒക്കെ കണ്ടുകഴിയുമ്പോൾ സമയത്ത് ഞാനും അങ്ങനെ തന്നെയുണ്ട്. വെറുതെയിരിക്കാൻ എന്തെങ്കിലും റീൽസ് ഒക്കെ അങ്ങനെയാണ് കാലഘട്ടം. ഈ സിനിമയിൽ സ്ത്രീ കഥാപാത്രങ്ങൾ നായിക കഥാപാത്രങ്ങൾ കൊടുത്തിട്ടില്ല. നായിക കഥാപാത്രം കൊടുക്കാനേ ഇപ്പൊ നമുക്ക് ഇത് കൊടുക്കാണ്ടേ നമ്മൾ ഈ വേദന അനുഭവിക്കുന്നു. ഇപ്പൊ അത് കൊടുക്കും കൂടി ചെയ്ത് കഴിഞ്ഞാലുള്ള വേദന പറയുന്നത് ഒന്നാമത്തെ കാരണം ഇത് ഒന്നും കൊടുക്കാതെ നമ്മൾ ഇത്ര പ്രയാസപ്പെടുന്നുണ്ടെങ്കിൽ ഇത് കൊടുത്തു കഴിഞ്ഞാൽ അതിന്റെ പേര് ചൊല്ലിയിട്ടായിരിക്കും അടുത്ത പ്രശ്നം ഉണ്ടാവും. പക്ഷെ ഇതിന്റെ മെയിൻ പ്രശ്നം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു ഏറ്റവും നല്ല കാര്യം പറഞ്ഞാൽ ബിജുക്കുട്ടൻ ചേട്ടനെ പോലുള്ള ഒരു ആർട്ടിസ്റ്റിന്റെ ഒരു മുഴുനീള കഥാപാത്രം വരുന്ന സിനിമയാണ്. പുള്ളി സഹകരിക്കുന്നതും സഹകരിക്കാത്തതും പുള്ളിൻ്റെ ഒരു ഇഷ്ടമായിട്ട് നമ്മൾ മാറ്റി. ഈ സിനിമ കണ്ടിറങ്ങുമ്പോഴായിരിക്കും പുള്ളിയുടെ ഒരു പെർഫോമൻസ് എന്താണെന്ന് ഈ സിനിമയിൽ പുള്ളി കണ്ടിറങ്ങാം. പിന്നെ ഒരു മൈൻഡ് കുട്ടിച്ചാത്തൻ പട്ടണത്തിൽ ഭൂതം ആ സമയത്തൊക്കെയാണ് നമ്മൾ തിയേറ്ററുകളിൽ സ്കൂൾ ബസ്സിൽ നിന്നൊക്കെ കുട്ടികൾ വന്നിട്ട് ഒരു നേരം ബസ്സുകളൊക്കെ വന്ന് കയറി കണ്ടായിരുന്ന ഒരു സിനിമ എൻ്റെ ഒരു ഓർമ്മയിൽ ഇപ്പോൾ ലാസ്റ്റ് പട്ടണത്തിൽ ഭൂതമാണ്. അത് കഴിഞ്ഞിട്ട് ഇതുപോലെ ഒരു സ്കൂൾ ബസ്സൊക്കെ വന്ന് കാണാൻ പറ്റുന്ന ഒരു സിനിമയായിരിക്കും നമ്മുടെ സിനിമ കള്ളന്മാരുടെ വീട്. അതിൻ്റെ ഉറപ്പാണ്. ആ ഒരു കാര്യത്തിൽ ഞാൻ ഇപ്പോഴും പറയാം, ബ്രാൻഡായിട്ട് പറയാം, കുട്ടികൾ ഏറ്റവും കൂടുതൽ തിയേറ്ററിൽ ഇനി വന്ന് കാണുന്ന ഒരു സിനിമയായിരിക്കും കള്ളന്മാരുടെ വീട്. അതിന് യാതൊരു സംശയമില്ല. അൻവർ സാദാത്തിൻ്റെ നല്ലൊരു സോങ്, അടിപൊളി സോങ് ഉണ്ട്. പിന്നെ ജോയ്സ് ലാഹ വരികൾ എഴുതിയ, ദക്ഷിണ സംഗീതം നൽകിയ വേറൊരു സോങ്, 2 സോങ്ങുകളുണ്ട്. പിന്നെ മാഫിയ ശശി, വിഘ്നേഷ് പാലക്കാട്, രണ്ടുപേരും കൂടെ ചേർന്ന് സംഘടന. അതിൽ നന്നായിട്ട് നല്ല ആക്ഷനൊക്കെ ചെയ്തിട്ടുണ്ട് നമ്മൾ വിശ്വട്ടൻ. ഇവിടെ ഒരു ഇപ്പം എല്ലാവരും ജനുവരി 5-ാം തീയതി നമ്മുടെ ഈ കള്ളന്മാരുടെ വീടുള്ള ഞങ്ങളുടെ സിനിമ, ആ സിനിമ തിയേറ്ററിൽ വന്ന് കണ്ട് വിജയിപ്പിക്കണം, സഹകരിക്കണം. ഞങ്ങളെപ്പോലുള്ള ഈ ചെറിയ കലാകാരന്മാരെ ഞങ്ങളുടെ പ്രേക്ഷകരെ ഏറ്റെടുത്ത് ഇനി മുന്നോട്ടുള്ള യാത്രയിൽ ഇനിയും ഇതുപോലെയുള്ള ചെറിയ ചെറിയ സിനിമകൾ ചെയ്യാനുള്ള പ്രചോദനം നൽകും. അപ്പൊ ജനുവരി 5-ാം തീയതി എൻ്റെ ഒരു സിനിമ, എൻ്റെ സിനിമ എന്ന് പറയാൻ പറ്റും, നമ്മുടെ എൻ്റെ ആൾക്കാർ പിന്നെ കളമന്നല്ല നമ്മുടെ സിനിമ. അപ്പൊ കളമാരുടെ 5-ാം തീയതി നിങ്ങളുടെ വീടിൻ്റെ അടുത്തോ അല്ലെങ്കിൽ നിങ്ങൾ പോകുന്ന സ്ഥലത്തൊക്കെ നിങ്ങൾക്ക് പരിചയമുള്ള തിയേറ്ററിലൊക്കെ വന്ന് കളിക്കും. നിങ്ങൾക്കൊരു പരാതിയുണ്ട് സിനിമയിൽ കുറേ നാൾ കണ്ടില്ലെന്നുള്ള. ആ പരാതി 5-ാം തീയതി തീർക്കുകയാണ്. ഞാൻ നല്ലൊരു കോമഡി വേഷത്തിൽ പള്ളിയിൽ അച്ഛനായിട്ട് വരുന്നുണ്ട്. ഇവ വന്ന് കണ്ടേക്കണായിട്ട് ഇവരേക്ക് പാവപ്പെട്ട ആൾക്കാരാണ്. ഒന്ന് കൂട്ടുകാരെയൊക്കെ വിളിച്ചൊന്ന് കാണിച്ചു കഴിഞ്ഞാൽ സന്തോഷം. എല്ലാ ജില്ലകളിലും ഇങ്ങനെ കാണുന്നുണ്ടെന്ന് എനിക്കറിയാം. നമ്മളെ ഇഷ്ടപ്പെടുന്ന ഒരുപാട് ആൾക്കാരുണ്ട്, പ്രായമുള്ള ആൾക്കാരുണ്ട്, കൊച്ചു കുട്ടികളുണ്ട്. എല്ലാവർക്കും ഞാൻ കാര്യമാണ് സ്റ്റാർമേക്കിലൂടെ അങ്ങനെ ഫാമിലിയായിട്ടൊക്കെ ഒന്ന് പോയി കണ്ടാൽ നന്നായി ടീമിനെ കാണാനെങ്കിലും സിനിമ ഒന്ന് നല്ലതാണെങ്കിൽ അഭിപ്രായപ്പെടുന്നു. അതൊന്നും ഞാൻ പള്ളിയിലച്ഛനായിട്ട് അഭിനയിച്ചത് മോശമാണെങ്കിൽ അത് പറഞ്ഞു, ചേട്ടാ ഒട്ടും പോരാനുണ്ട്, ബോറായി പോയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അടുത്ത സിനിമയിൽ ഞാൻ ശ്രദ്ധിക്കുന്നില്ല തിരിച്ച് ചെയ്യാനായിട്ട്. സിനിമയും മോശമാണെങ്കിൽ പറയുക. ഇവര് നല്ല സിനിമയാണെന്ന് പറയാം, നിങ്ങൾ കണ്ടിട്ട് പറയണം. നല്ല സിനിമയാണെങ്കിൽ അവർ പറയൂട്ടോ. ഫാൻസിന് വേണ്ടിയിട്ട് ഒരു പാട്ട് പാട്ടുപാടി നമ്മുടെ സൗണ്ട് വിനീഷേട്ടനെ പോലുള്ള ആർട്ടിസ്റ്റിന്റെ എനിക്കിപ്പോ ഇത്രയും ആർട്ടിസ്റ്റുകളുടെ കൂടെ വർക്ക് ചെയ്ത് പോകുന്നത് മുമ്പിൽ രീതി പറയുന്നതല്ല. നമുക്കൊരു വിനീഷേട്ടനെ ഫസ്റ്റ് നമ്മളെ കാണണം പറഞ്ഞു. ഞാനും ഡയറക്ടറും കൂടിയാണ് വിനീഷേട്ടനെ കാണാൻ വേണ്ടി ആദ്യം ഹോട്ടലിലേക്ക് പോകുന്നത്.
അവിടെ ചെന്ന് വിനീഷേട്ടൻ്റെ സംസാരം ഞാൻ നിങ്ങൾക്ക് ഭയങ്കര കേൾക്കും. നമ്മളൊക്കെ ഇവരെ അടുത്ത് പോയി സംസാരിക്കാൻ ഒന്നും ഉണ്ടായിട്ടില്ല. നമ്മുടെ ആ സിനിമയെ കുറിച്ചിട്ട് ആധികാരിക അത് മാത്രമായിരുന്നു ഒരു വിഷയം. ആളതിനെ കുറിച്ച് കുറേ നേരം ഞങ്ങളോട് സംസാരിച്ച് എങ്ങനെയാണ് അതിൻ്റെ എങ്ങനെയാണ് വേഷം കാര്യങ്ങൾ ഡയറക്ടർക്കും അതേപോലത്തെ ഒരു രീതിയിലാണ് അവിടെ നടന്നത്. അപ്പോൾ അത് വളരെ ഇഷ്ടപ്പെട്ടു. കാരണം ഒരു സാധാരണ കലാകാരനായിട്ട് വളർന്നു വന്ന ഒരാൾക്ക് ആ പെരുമാറ്റത്തിൽ ഇന്നും യാതൊരു തരത്തിലും മാറ്റം വന്നിട്ടില്ല എന്നുള്ളത് നമുക്ക് അത്ഭുതപ്പെടുത്തും ചെയ്തു. നമുക്ക് അതേപോലെ ആനന്ദം ഉണ്ടാക്കി. കാരണം കൂടെ അഭിനയിക്കുമ്പോൾ നമുക്കൊരു ആർട്ടിസ്റ്റ് ഇത്രയും സപ്പോർട്ട് നമുക്ക് വരിക എന്നുള്ളത് വലിയൊരു തന്നെയാണ്. ഇപ്പോഴും വിനീഷേട്ടൻ അവിടെ കുറേ നേരം നമ്മളെ ഇതാക്കി തന്നെ ഇവിടെ വന്ന സമയത്ത് നമ്മളെ 2 പേരെയൊക്കെ കൂടുതലായിക്കൊണ്ട് തന്നെ നടന്നത്. അപ്പോൾ അതൊക്കെ നമുക്കൊരു സാധാരണ കലാകാരനായിട്ട് വളർന്നു വന്ന ഒരു ആർട്ടിസ്റ്റിന്റെ എല്ലാ ഗുണങ്ങളും ഇപ്പോഴും പോവാതെ ചോരാതെ നിലനിർത്തുക എന്നുള്ളത് വളരെ ഇതാണ്. അപ്പോൾ എന്തായാലും ഇത്രയും ആർട്ടിസ്റ്റുകളുടെ കൂടെ അഭിനയിച്ചതും ഇതേപോലെ ഒരു പുതുമുഖ ഡയറക്ടർ എന്നൊന്നും പറയാൻ പറ്റില്ല. കാരണം ഡയറക്ഷൻ കണ്ടപ്പോൾ സത്യം പറഞ്ഞാൽ നമ്മൾ അന്നപ്പെട്ടു പോയി. പെട്ടെന്ന് ഒരു ഞാൻ ടെലിഫിലിമുകളൊക്കെ ചെറുതായിട്ട് ചെയ്തിട്ടുണ്ട്. പക്ഷെ ഇങ്ങനെ ഡയറക്ഷൻ ഒരു മേഖലയ്ക്ക് കടന്നു വരുമ്പോൾ യാതൊരു ഒരു ഇതുമില്ലാതെ കൂളായിട്ട് അവർ സിനിമ ചെയ്തു കൊടുത്തു. ആ സിനിമ മുഴുവൻ കണ്ടപ്പോഴും സത്യം പറഞ്ഞാൽ നിങ്ങൾക്ക് സിനിമ കാണുമ്പോൾ എന്തായാലും നിങ്ങൾ പല ആളുകളും സിനിമ പോയി കാണുമല്ലോ. ആ കാണുന്ന സമയത്ത് വ്യക്തമായിട്ട് മനസ്സിലാവും ഒരു ഡയറക്ഷൻ്റെ എന്താണെന്നുള്ളത്. കൃത്യമായിട്ട് ആ സിനിമ ജനങ്ങളിലേക്ക് ഒരു കഥയായിട്ട് അത് എത്തിക്കാൻ അത് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ എന്തായാലും എല്ലാവരും സിനിമ തിയേറ്ററിൽ വന്ന് കാണാൻ ഞങ്ങൾക്ക് കുടുംബങ്ങളാണ്. നിങ്ങളൊക്കെ സപ്പോർട്ട് ഉണ്ടെങ്കിലും ഞങ്ങൾക്ക് നാളെ വളർന്നു വരാൻ പറ്റുള്ളൂ. ഉറപ്പേ ഞങ്ങൾക്ക് തരാനുള്ളൂ. നാളെ വളർന്നു വന്നാലും നമ്മൾ ഈ ഒരു രൂപത്തിൽ നിന്ന് ഒരു വ്യത്യാസം വരാതെ നമ്മൾ നല്ല കലാകാരനായിട്ട് ഈ നിലനിൽക്കാനാണ് ഇന്ത്യക്ക് ആഗ്രഹം. അപ്പോൾ എല്ലാവരും ഒരു പുതുവത്സര ആശംസകളോടൊപ്പം വിനീഷേട്ടൻ്റെ കൂടെ ഇരുന്നിട്ട് ഇങ്ങനെ ചെയ്യാൻ പറ്റിയത് വളരെ സന്തോഷം. നമസ്കാരം, എൻ്റെ പേര് രാജേഷ് ആചാരി, സന്തോഷം തന്നെയാണ്. കള്ളന്മാരുടെ വീട് എന്ന് പറയുന്ന ഈ ഒരു ചിത്രത്തിൽ ഇതിൻ്റെ ഒരു ഭാഗമാകാൻ കഴിഞ്ഞതിൽ ഞാൻ ഒരുപാട് അഭിമാനിക്കുന്നു. അതുമാത്രമല്ല 2024 തുടക്കം ഒരു മലയാള സിനിമയിൽ ഒരു ബിഗ് സ്ക്രീനിൽ എത്താൻ കഴിഞ്ഞതിൽ ഞാൻ ദൈവത്തോട് ഒരുപാട് നന്ദി പറയുന്നു. പിന്നെ പ്രത്യേകിച്ച് ഹുസൈൻ റോണിയോടും പിന്നെ ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ച എല്ലാ ടെക്നീഷ്യന്മാരും, ക്യാമറാമാനും, അസോസിയേറ്റ് ഡയറക്ടേഴ്സും, ചീഫ് അസോസിയേറ്റും എല്ലാ വ്യക്തികളോടും എൻ്റെ വ്യക്തിപരമായ രീതിയിൽ ഞാൻ നന്ദി പറയുകയാണ്. പിന്നെ ഇതിൻ്റെ ഒരു നമുക്കുണ്ടായൊരു ടെൻഷനില്ലായ്മ എന്ന് പറയുന്നത് നമ്മളെ ആരും പ്രത്യേകിച്ച് ടെൻഷൻ അടിപ്പിച്ചിട്ടില്ല ഇതിൻ്റെ അകത്ത്. കാരണം ഞങ്ങൾ ഒരു വില്ലയിൽ 3-4 വീടെടുത്തിട്ട് ഇതിൻ്റെ അസോസിയേറ്റ് ഡയറക്ടേഴ്സും ചീഫും എല്ലാം ഒന്നിച്ച് ഷൂട്ട് കഴിയുമ്പോൾ ഞങ്ങൾ വൈകുന്നേരം എല്ലാവരും ഒന്നിച്ച് കാണും. സാധാരണ ലൊക്കേഷനിൽ എന്ന് പറഞ്ഞാൽ ഷൂട്ടിങ് കഴിഞ്ഞ് എല്ലാവരും ഒന്ന് പിരിയും, റൂമിൽ പോകും. പിന്നെ കാലത്ത് 6 മണിയാകുമ്പോഴേ ഇവരെ കാണുന്നത്. അപ്പോൾ നമുക്ക് ടെൻഷനായി. അന്നേരമായിരിക്കും വന്ന് പറയുന്നത് എന്താണ് ചെയ്യേണ്ടത്. അപ്പോൾ നമുക്ക് പിറ്റേന്നത്തെ വർക്ക് എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് ഇവരോട് ചോദിച്ച് മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ കൂടുതൽ ടെൻഷനില്ലാതെ നമുക്ക് കാര്യങ്ങൾ ചെയ്യാനായിട്ട് സാധിച്ചു വളരെ എളുപ്പത്തിൽ. കാരണം ഒരു നവാഗതനായ ഒരു ഡയറക്ടർ ഒരു 22 ദിവസം കൊണ്ട് ഒരു ഇത്രയും പുതുമുഖങ്ങളെ വെച്ചിട്ട് ഈ സാധനം ഷൂട്ട് ചെയ്ത് തീർക്കുക എന്ന് പറയുന്നത് ഒരു വലിയ കാര്യമാണ്. അപ്പോൾ അതിനെ നമ്മൾ പുള്ളി അതിനെ ഞങ്ങൾക്ക് ഒരുപാട് സപ്പോർട്ട് ചെയ്തു. പിന്നെ ഈ ഷൂട്ട് തുടങ്ങുന്നതിന് മുമ്പ് ഒരാഴ്ചയോളം ഞങ്ങളെ ഒരു ലോഡ്ജിൽ റൂമൊക്കെ എടുത്തിട്ട് ക്യാരക്ടർ ആവാൻ വേണ്ടിയിട്ട് ഞങ്ങൾക്ക് കുറേ കാര്യങ്ങളൊക്കെ പറഞ്ഞു തന്നു. അതിന് പുള്ളി കുറേ ചീത്തയൊക്കെ വിളിച്ചിട്ടുണ്ട്, നീ ക്യാരക്ടർ ആവണം. അപ്പോൾ ക്യാരക്ടർ ആവാതെ ഇത് എങ്ങനെ ആവും? കാരണം നമ്മളെല്ലാവർക്കും സിനിമാ മോഹമുണ്ട്. പക്ഷെ ഒരു ക്യാമറയ്ക്ക് മുന്നിൽ ആക്ഷൻ പറഞ്ഞ് ഇത്രയും ടെക്നീഷ്യന്മാരിരിക്കുമ്പം അഭിനയിക്കണമെന്ന് പറയുമ്പോൾ നമ്മുടെ മുഖത്ത് ഒരു സാധനവും വരില്ല. അപ്പോൾ ടെൻഷനായി എങ്ങനെ. അപ്പം അവിടെ നിന്നിട്ട് കണ്ണുരുട്ടും ചീത്ത വിളിക്കും. അപ്പോൾ ക്യാമറമാൻ തല തുറന്നുകൊണ്ട് അങ്ങോട്ടും പോകും, തെക്കോട്ട് പോകും. അപ്പോൾ അദ്ദേഹം വേറെ ആരെങ്കിലും ആണെങ്കിൽ ഇറങ്ങിപ്പോടെ, അവനെ മാറ്റി വേറെ ആരെങ്കിലും കൊണ്ടുവെക്കാൻ പറയും. പക്ഷെ അദ്ദേഹം നമ്മുടെ സുഹൃത്തായതുകൊണ്ടും ഈ സ്ക്രിപ്റ്റ് വർക്ക് തുടങ്ങിയ സമയം തൊട്ട് നമ്മൾ കൂടെ ഉള്ളത് കൊണ്ടും ഏകദേശം ഈ ഒരു സിനിമയായിട്ട് ഏകദേശം ഞങ്ങളൊരു 1.5 വർഷത്തോളം ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ചു. പോകാത്ത സ്ഥലങ്ങളില്ല. കാരണം അദ്ദേഹത്തിൻ്റെ ഇതിന് മുമ്പൊരു സിനിമ പരാജയപ്പെട്ടു. കാരണം കുറേ പൈസ നഷ്ടമായി. അപ്പോൾ അത് കഴിഞ്ഞതിന് ശേഷമാണ് ഞങ്ങൾ കള്ളന്മാരുടെ വീടിങ്ങനെ പ്ലാൻ ചെയ്യുന്നത്. അപ്പോൾ റെയിൽവേ സ്റ്റേഷനിലും ഒക്കെ വന്നിരുന്നാണ് ഞങ്ങൾ മലമ്പുഴയിലൊക്കെ പോയി സ്ക്രിപ്റ്റൊക്കെ അങ്ങനെ ചെയ്യണം ഇങ്ങനെയാണ്. അപ്പോൾ അപ്പോഴും ഈ ക്യാരക്ടർ ഞാനാന്നുള്ളത് എന്നോട് പറയുന്നില്ല, നീ ആർട്ട് ഡയറക്ടർ എന്നുള്ളൊരു നിലയിലാണ് ഞാൻ എൻ്റെ അതോട് വന്നത്. പിന്നെ അത് കഴിഞ്ഞ് ഈ പടം തുടങ്ങുന്നതിന് കുറച്ച് ദിവസം മുമ്പാണ് നീ ഇന്നത് ചെയ്യണം അങ്ങനെ ചെയ്യണമെന്നൊക്കെ എന്നോട് പറഞ്ഞത്. എന്തായാലും വലിയൊരു സന്തോഷം തന്നെയാണ്. കുട്ടികളടക്കം എല്ലാവർക്കും ഈ 2024 പുതുവത്സര ദിനത്തിൽ നല്ലൊരു സിനിമ, അതായത് വലിയ സംഭവം നമ്മൾ പറയുന്നില്ല, എന്നാലും ചിരിക്കാൻ പറ്റുന്ന ഫാമിലിയായിട്ട് എല്ലാ ആളുകൾക്കും കയറി ചിരിച്ച് സന്തോഷിച്ച് ഇറങ്ങിപ്പോകാൻ പറ്റുന്ന ഒരു നല്ല സിനിമയാണ്. പിന്നെ ഇതിൻ്റെ പിന്നിൽ വന്നപ്പോൾ ഒരുപാട് നല്ല ആളുകളൊക്കെ പരിചയപ്പെടാൻ പറ്റി.
ബിനീഷ് ചേട്ടനെ പോലുള്ള ആളുകളെയും പിന്നെ നമ്മുടെ ബിജുക്കുട്ടൻ ചേട്ടൻ എല്ലാവരുമായിട്ടും റൂമിൽ സന്തോഷമായിട്ട് ഇരിക്കാൻ സാധിച്ചാലും അവർക്ക് ദൈവത്തോട് നന്ദി പറയുന്ന എല്ലാവരും സിനിമ കാണണം. പുതുമുഖ താരങ്ങളായ ഞങ്ങളെയൊക്കെ അനുഗ്രഹിക്കണം. മുമ്പോട്ടുള്ള പ്രചോദനം നിങ്ങളൊക്കെ തന്നെയാണ്. അതിന് നിങ്ങളുടെ എല്ലാ സപ്പോർട്ട് വേണം. എല്ലാവരും സിനിമ OTT കാണാൻ നിൽക്കില്ല, തിയേറ്ററിൽ തന്നെ പോയി കാണണം. ഞങ്ങളുടെ ഒരു അപേക്ഷയാണ്. അനുഗ്രഹിക്കുന്നത്. ഈ സിനിമ ഇത്ര ഒരു സിനിമ എന്ന് പറഞ്ഞാൽ ഒരുപാട് പേര് കഷ്ടപ്പാടാണ്. താങ്കൾ തന്നെ നിർമ്മാതാവ് കൂടിയാണ് ഇതിന്റെ. അപ്പൊ ഒരു സിനിമയുടെ പ്രൊമോഷൻ വരുമ്പോൾ ബിനീഷ് ചേട്ടൻ പോലെ ആർട്ടിസ്റ്റ് വന്നു. അപ്പൊ അങ്ങനെ അത്ര വലിയൊരു ആർട്ടിസ്റ്റ് തീർച്ചയായിട്ടും നമ്മള് ഇപ്പോ ഈ സിനിമയുടെ ഏറ്റവും വലിയ ഒരു കഥാപാത്രമായിട്ട് നമ്മൾ കാണുന്നത് ബിജുക്കുട്ടനെ.